ഹായ് എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് ഞാൻ എന്ത് ചെയ്ത് തരാം, നിങ്ങൾക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, കോഡ് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കുന്നത് ആൽഫബറ്റ് പ്രിൻറ്റ് ചെയ്യിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്പറും പ്രിൻറ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൽഫബറ്റ് ജസ്റ്റ് ആൽഫ എന്ന് പറഞ്ഞു കൊടുക്കാം. ആൽഫബറ്റിൻ്റെ ആസ്കി വാല്യൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചതല്ലേ, ആസ്കി വാല്യൂ എന്താണ് എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, അതറിയാത്തവർ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള വീഡിയോസ് ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇതാണ് ആൽഫബറ്റാണ് പ്രിൻറ്റ് ചെയ്യിക്കാനുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ എൻ്റെ ഏതായിരുന്നു 65 എന്ന് കൊടുക്കുക അല്ലേ. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഏതാ, നമ്പർ അല്ലേ നമുക്ക് വേണ്ടത്. ഓക്കെ, ഏതാ സ്റ്റാർട്ടിങ് നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കാൻ പോകുന്ന നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമ്മളിവിടെ കൊടുത്ത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇൻറ്റ് ഐ അതുപോലെ തന്നെ ജെ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷനൊക്കെ നമ്മൾ ചെയ്ത് ഇനി നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ ഫോർ ലൂപ്പ്. ഓക്കെ, ഇത് നമുക്ക് ടോട്ടൽ എത്ര റോസിലായിട്ട് വേണം നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി പിക്ചർ നോക്കാം. ഇതാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. ഇതിൽ കണ്ടോ എ, അതുപോലെ തന്നെ പിന്നെ 1, ബി എന്ത് ചെയ്യുന്നു, പിന്നെ 2 കണ്ടോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ഇൻക്രിമെൻറ്റ് പോകുന്നത് നമ്മൾ പ്രിൻറ്റ് ചെയ്യിക്കുമ്പോൾ ഇവിടെയാണ് ചിലൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത്. അത് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യാം. ടോട്ടൽ നമുക്ക് 1 2 3 4 5 6 7 റോസിലായിട്ട് പ്രിൻറ്റ് ചെയ്യിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ഐ നമ്മൾ കൊടുത്ത് ഐ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, നമുക്ക് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7 വരെ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ വാല്യൂ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ എന്താ കൊടുക്കുക, ഇഫ് കണ്ടീഷനകത്ത് ഞാൻ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യാൻ പോണ്. ഓക്കെ, അതായത് ഐ മോഡ് ടു ഈക്വൽ ടു അല്ല ഐ മോഡ് ടു നോട്ട് ഈക്വൽ ടു 0 ആണ് കൊടുക്കുക, അല്ലെങ്കിൽ ഈക്വൽ ടു 1 എന്ന് കൊടുത്താലും മതി കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ കൊടുക്കാം. അതായത് ഐ മോഡ് ടു നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് ഇപ്പോൾ ഐയിലുള്ള വാല്യൂനെ, ഓക്കെ ഐനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കൊണ്ട്, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ശിഷ്ടം 0 വരാത്ത. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ആൽഫ പ്രിൻറ്റ് ചെയ്യിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഒക്കെ ഉണ്ടോ, എ ആണ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്, 1 പ്രിൻറ്റ് ചെയ്യിക്കണം. നമുക്ക് 1 സെക്കൻഡാണ് പ്രിൻറ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കുന്നതിന് പകരം 1 ആയിട്ടും കൊടുക്കുക. അത് ജസ്റ്റ് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, 4 എന്ന് പറഞ്ഞിട്ട് ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഫോർ ലൂപ്പ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നമുക്ക് ഇവിടെ നമ്മൾ 2 ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫോർ ലൂപ്പായിട്ട് യൂസ് ചെയ്യുന്ന 2 മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ജെനെ എന്ത് ചെയ്യാം, നമുക്ക് ജെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് ജെ ലെസ് ദാൻ ഏത് വരെ ആയിരിക്കും, ഐ വരെ. കാരണം എന്ത് ചെയ്യുന്നത്, ഐൻ്റെ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്യിക്കുന്നത് താഴോട്ട്. കാരണം ഐ 1 ആകുമ്പോൾ ഒരു തവണ പ്രിൻറ്റ് ചെയ്യിക്കുക, അതായത് ഒരു കോളത്തിൽ പ്രിൻറ്റ് ചെയ്യിക്കുക. നമുക്ക് നെക്സ്റ്റ് പിന്നെ എന്ത് ചെയ്യണം, 2 കോളത്തിൽ പ്രിൻറ്റ് ചെയ്യിക്കണം, പിന്നെ 3 കോളത്തിൽ. അപ്പോൾ ഐൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഔട്ടർ ഫോർ ലൂപ്പിൻ്റെ റണ്ണിങ്ങിനനുസരിച്ച് എന്ത് ചെയ്യണം, നമുക്ക് കോളങ്ങളിൽ പ്രിൻറ്റ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇവിടെ പ്രിൻറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആൽഫ അല്ലേ പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. പ്രിൻ്റ് എഫിൽ %d അല്ല %c ആണ് നമ്മൾ എന്ത് ചെയ്യുക, ക്യാരക്ടറൊക്കെ പ്രിൻറ്റ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് ഇനി ഇവിടെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ആൽഫനെ എന്ത് ചെയ്യുക, വാല്യൂ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് എന്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതായത് നെക്സ്റ്റ് ലൈനിലോട്ട് വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, ആൽഫ എ എന്നുള്ളത് ബി ആയിട്ട് മാറണം. എവിടെയാണ് ബി ആയിട്ട് മാറേണ്ടത്, ഇന്നർ ഫോർ ലൂപ്പ് ആ ഒരു കോളങ്ങളിൽ കംപ്ലീറ്റ് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം. ഓക്കെ, ഇപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കണം. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ താഴത്തെ പ്രിൻ്റ് എഫും കൂടി ഇത് ചെയ്തിട്ടില്ല, സ്ലാഷ് തന്നെ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഇഫ് കണ്ടീഷന് നമുക്ക് എന്ത് ചെയ്യുക, എൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എൽസ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഫോർ ലൂപ്പ് ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ കേട്ടോ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാം. ഇവിടെ %c എന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, %d എന്നിട്ട് ആൽഫ പ്രിൻറ്റ് ചെയ്യുന്നതിന് പകരം എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്പർ നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ആൽഫ നമ്മൾ ഇവിടെ ++ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാം, കറക്റ്റ് എപ്പോഴും നമുക്ക് എ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെയും ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സെയിം തന്നെ ആയിരിക്കും, നമ്പർ 1 എന്ന് പറഞ്ഞിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട്
നമുക്ക് ഈ ഒരു ഔട്ടർ ഫോർ ലൂപ്പ് എൽസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് എഫിൽ എൽസ് കണ്ടീഷൻ കഴിഞ്ഞതിന് ശേഷം കേട്ടോ /n എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഓരോ ടൈമിലും എന്ത് ചെയ്യും, ന്യൂ ലൈനിലോട്ട് വരും. ഇപ്പോൾ കണ്ടോ എ അതുപോലെ തന്നെ 1 കണ്ടോ, ഇത് കംപ്ലീറ്റ് എ എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഒരു സ്പേസ് കൂടി കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ തവണ ഇതിൻ്റെ വാല്യൂ മാറ്റണം. അപ്പോൾ ആദ്യം നമുക്ക് ആൽഫൻ്റെ വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ആൽഫൻ്റെ വാല്യൂ എ അതുപോലെ തന്നെ ബി അതുപോലെ തന്നെ സി ഡി ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ഇൻക്രിമെൻ്റ് ആവുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്പറിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണമെങ്കിലോ ഈ ഒരു ഫോർ ലൂപ്പിന് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മിൻ്റെ വാല്യൂ ++ ചെയ്താൽ മതി. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ കറക്റ്റ് അതിൽ വാല്യൂ വെക്കുന്നത് ആസ്കി വാല്യൂ വെക്കുന്നത്, അതുകൊണ്ട് കണ്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലാകാത്ത, ഇപ്പോൾ നമ്മൾ ≠0 എന്ന് കൊടുത്തു കഴിഞ്ഞാലും കണ്ടോ നേരത്തെ നമ്മൾ നോക്കിയില്ലേ, അത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും എന്തായിരിക്കും, കറക്റ്റ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം. നമുക്ക് നമ്മുടെ മെയിൻ ഫോർ ലൂപ്പ് എന്ത് ചെയ്യും, റൺ ചെയ്യും 7 തവണ താഴോട്ട് റോസിലായിട്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഇഫ് കണ്ടീഷനിൽ i mod 2 0 ആണോ ചെക്ക് ചെയ്യും. അതായത് സിസ്റ്റം 1 ആണ് വരുന്നത്. ഓക്കെ, ഐനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ റോ. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ കറക്റ്റാണ്. നേരെ എന്ത് ചെയ്യും, ഈ ഒരു ഇഫ് കണ്ടീഷനകത്ത് വരും. എന്നിട്ട് ഈ ഒരു ഫോർ ലൂപ്പിനകത്ത് j0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലെസ് വരെ, ലെസ് എന്ന് പറയുമ്പോൾ +1 വരെ. അപ്പോൾ ഒരു തവണയാണ് അവിടെ പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. ആ ഒരു പ്രിൻ്റ് എഫിൽ എന്ത് ചെയ്യുന്നു, ആൽഫ പ്രിൻ്റ് ചെയ്യിക്കുന്നു, എ പ്രിൻ്റ് ചെയ്യിക്കുന്നു. കണ്ടോ 65 എന്ന് പറയുമ്പോൾ % സി ഇട്ട് കഴിഞ്ഞാൽ എ ആണ് പ്രിൻ്റ് ചെയ്യുക. എന്നിട്ട് ആൽഫേനെ എന്ത് ചെയ്യും, ++ ചെയ്യും. അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന ടൈമിൽ എന്തായിരിക്കും, ഇവിടെ 65 എന്നുള്ളത് മാറിയിട്ട് 66 എന്നായിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ടാണ് നെക്സ്റ്റ് താഴെ ബി വരുന്നത് കണ്ടോ. പക്ഷേ ഈ ഐ എന്ത് ചെയ്യും, ഈ ഒരു ഇഫ് കണ്ടീഷൻ കഴിഞ്ഞാൽ നേരെ പ്രിൻ്റ് എഫിൽ /n ആണ് പോവുക, എൽസ് കേസിലോട്ട് അപ്പോൾ പോവില്ല. പ്രിൻ്റ് എഫിൽ /n വന്നിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും എന്ത് ചെയ്യും, ഈ ഐ ലൂപ്പ് വർക്ക് ചെയ്യും. ഐ എന്ത് ചെയ്യും, ++ ചെയ്ത് കഴിഞ്ഞാൽ ഐൻ്റെ വാല്യൂ 2 ആയിട്ടുണ്ടാവും 1ൽ നിന്ന്. ഓക്കെ, ആ ഒരു കേസിൽ എന്താ വരിക, ഇഫ് കണ്ടീഷൻ എന്ത് ചെയ്യില്ല, സാറ്റിസ്ഫൈ ആവില്ല. i mod 2 ≠ 0 അല്ല, = 0 ആണ്. അപ്പോൾ നേരെ എൽസ് കണ്ടീഷനിലോട്ട് വരും. അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പാണ് വർക്ക് ചെയ്യുക. ഈ ഒരു ഫോർ ലൂപ്പിൽ 0 മുതൽ ഏത് വരെ പോകണം, ലെസ് എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പോൾ 0 1 വരെ എന്ത് ചെയ്യും, പോകും. അതായത് 2 കോളങ്ങളിൽ പ്രിൻ്റ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ പ്രിൻ്റ് എഫിൽ %d നം പ്രിൻ്റ് ചെയ്യിക്കും. എന്നിട്ട് 1 എന്ത് ചെയ്യും, ആ ഒരു ഫോർ ലൂപ്പിനകത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, നം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നം 1 എന്ത് ചെയ്യും, 2 പ്രാവശ്യം പ്രിൻ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ താഴെ എന്ത് ചെയ്യും, നം ++ ചെയ്യും. ഈ ഒരു രീതിയാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു 2 ഫോർ ലൂപ്പ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യും, ഒറ്റ ഫോർ ലൂപ്പ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചേഞ്ചസ് മാത്രം എത്തിയാൽ മതി. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എൽസ് കണ്ടീഷനോ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവാക്കിയിട്ട് ഓക്കെ പുതിയൊരു ഫോർ ലൂപ്പായിട്ട് എഴുതാം. ഓക്കെ, ഇവിടെ ഫോർ ലൂപ്പിൽ നമ്മൾ ജെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടുന്ന് വാല്യൂസ് കൊടുക്കാം. ജെ അസൈൻ 1, അതുപോലെ തന്നെ ജെ ലെസ് ഏത് വരിക, അപ്പോൾ >= എന്ന് കൊടുക്കുന്നുണ്ടല്ലേ. ഓക്കെ, സോറി, ജെ >= 1 അല്ല ഐ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് അതുപോലെ തന്നെയാണ്. നെക്സ്റ്റ് J++. ഓക്കെ, ഇവിടെ ഒരു സെമികോളൻ മിസ്സിംഗ് ഉണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് വർക്കിംഗ് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഇഫ് കണ്ടീഷനിൽ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, i mod 2 നമുക്ക് ഡയറക്റ്റ് ആണെങ്കിൽ ഇങ്ങനെ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ≠0 കൊടുക്കാം. നേരത്തെ നിങ്ങൾക്ക് അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് മനസ്സിലായില്ലേ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ആൽഫ ≠0 ആണെങ്കിൽ, അതായത് 1 ഒക്കെ വരുന്ന ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് 1 3 ഒക്കെ വരുന്ന ടൈമിൽ ആൽഫയാണ് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ %c എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് കോമ ഇട്ടിട്ട് ആൽഫ പ്രിൻ്റ് ചെയ്യിക്കാം, ആൽഫബറ്റ് പ്രിൻ്റ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇവിടെ ഇനി നമ്മൾ ഇപ്പോൾ അകത്ത് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടില്ല, ഒരൊറ്റ ഇന്നർ ഫോർ ലൂപ്പ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളൂ. നമുക്കൊരു ഔട്ടർ ഫോർ ലൂപ്പ് ഉണ്ട്, അത് ഓരോ റോസിലായിട്ട് പ്രിൻ്റ് ചെയ്യിക്കാനാണ്. ഇനി കോളങ്ങൾ പ്രിൻ്റ് ചെയ്യിക്കാൻ നമ്മൾ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്ത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഈ ഒരു ഇഫ് കണ്ടീഷൻ്റെ എൽസ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, ഓക്കെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, പ്രിൻ്റ് എഫ് കൊടുക്കാം. ഈ ഒരു പ്രിൻ്റ് എഫിൽ %d ആയിരിക്കും നമ്മൾ കൊടുക്കുക, നമ്പറാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, നം എന്ന് പറഞ്ഞ് കൊടുക്കാം.
ഇനി ഇനി ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് എഫ് സ്ലാഷ് തന്നെ ഉണ്ട്. ഇത് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു രീതിയിൽ കിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ വാല്യൂ എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ആയി കൊടുക്കണം. അപ്പൊ നമുക്ക് എവിടെയാണ് ഇൻക്രിമെന്റ് ആയി കൊടുക്കേണ്ടത്? ഐമോഡ് ടു നോട്ട് ഈക്വൽ ടു 0 ആകുന്ന ടൈമിൽ ആൽഫ നമുക്ക് എന്ത് ചെയ്യണം, ഇൻക്രിമെന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഐമോഡ് ടു നോട്ട് ഈക്വൽ ടു 0 അല്ല, അതായത് ഐമോഡ് ടു എന്താവുമ്പോൾ ഇതാവുന്നോ, ഓക്കെ സോറി, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ടൈമിൽ സിസ്റ്റം 1 വരുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നമുക്ക് ആൽഫ പ്രിന്റ് ചെയ്യിക്കണം. സിസ്റ്റം 0 വരുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നമ്മൾ നമ്പർ പ്രിന്റ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് താഴെ പ്രിന്റ് എഫിൽ ഇവിടെ എന്ത് കൊടുക്കാം, ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പ് കഴിഞ്ഞതിന് ശേഷം താഴെ ആയിട്ട് കൊടുക്കാം ഒരു ഇഫ് കണ്ടീഷൻ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഐമോഡ് ടു നോട്ട് ഈക്വൽ ടു 0 നോക്കാം. അങ്ങനെ ആണെങ്കിൽ ഓക്കെ സോറി, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആൽഫനെ ഇവിടെ പ്ലസ് ചെയ്യാം. ആൽഫ പ്ലസ് ചെയ്യുന്നു. നെക്സ്റ്റ് എൽസ് കണ്ടീഷനിൽ, ഇതിൻ്റെ എൽസ് കണ്ടീഷനിൽ നമുക്ക് നമ്മ എന്ത് ചെയ്യാം, പ്ലസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. കണ്ടോ, എ അതുപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടിയില്ലേ. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നർ ഫോർ ലൂപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇഫ് കണ്ടീഷനകത്ത് പ്രിന്റ് ചെയ്ത്, പക്ഷേ ഈ പ്രിന്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ആൽഫനെ ഇൻക്രിമെൻ്റ് ആക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഓരോ കോളങ്ങളിലായിരിക്കും എന്ത് ചെയ്യുക, അത് ഇൻക്രിമെൻ്റ് ആയി ഇങ്ങോട്ട് പോവുക. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്താൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെയും അത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാവും ഇതിൻ്റെ വാല്യൂസ് മാറുന്നുണ്ടോ, GHIJK എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റ് ഓരോ വാല്യൂസ് കൂടി പോകുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈമിൽ എന്ത് ചെയ്താൽ മതി, ആ ഒരു ഇന്നർ ഫോർ ലൂപ്പിൻ്റെ അകത്ത് തന്നെ കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇനിയും എന്ത് ചെയ്യാൻ പറ്റും, ടെർണറി ഓപ്പറേറ്ററൊക്കെ വെച്ചിട്ട് ചെറുതാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഇനിയും അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കണക്ട് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ലിങ്ക്സുമായി നിങ്ങൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഹായ് എവരിവൺ, വെൽക്കം.